ഹായ്. ഒരു 2018-19 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 17-18 കാലഘട്ടത്തിലായിരിക്കും ഞാൻ ആദ്യമായിട്ട് എക്കാർട്ട് ടോലെയുടെ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ബുക്ക് വായിക്കുന്നത്. നമുക്ക് ഈ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ബുക്ക് എനിക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവയർനെസ് അല്ലെങ്കിൽ ബോധം നിലനിർത്താൻ വേണ്ടി സഹായിച്ച ഒരു ബുക്കാണ്. ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയൊന്നും ഞാൻ പോകുന്നില്ല. അതൊരു ഷോർട്ട് ബുക്കാണ്, വലുതായിട്ട് പറയാനൊന്നുമില്ല. ബുക്കിൽ ഇത്രയേ ഉള്ളൂ: ഈ നിമിഷത്തിലിരിക്കുക, ഈ നിമിഷത്തിലാണ് എല്ലാം, ഈ നിമിഷത്തിൽ അത്ഭുതം സംഭവിക്കും, ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫ് മനോഹരമായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ ആ ബുക്കിൻ്റെ സമ്മറി കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു വെർഷൻ ഓഫ് ബുക്കുണ്ട്, ലൈക്ക് ഇതെങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാമെന്നുള്ള ചില മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ബുക്കും കൂടി ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഷോർട്ട് കണ്ടൻറ്റ് കാണാനാണ് താല്പര്യമെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ അവയർനെസ് അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട്. സോ വലിച്ചു നിഴയ്ക്കാതെ ഞാനൊരു കാര്യം പറയാം. ഈ നിമിഷം എന്ന് പറയുന്നത് എത്ര മനോഹരമാണെന്ന് ഞാൻ ഒരു നിമിഷം ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഈ ഒരു ബുക്ക് വായിക്കുന്ന സമയത്താണ്. അതിനു മുമ്പ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, വളരെ എഫേർട്ട്ലെസ്സായി സ്വാഭാവികമായി സംഭവിച്ച സന്ദർഭങ്ങളിൽ. പക്ഷെ നമ്മുടെ മൈൻഡ് അതിനെ നമ്മളെ ഗ്രാസ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. മൈൻഡ് എപ്പോഴും നമ്മളതിന് സ്പ്ലിറ്റാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. മനസ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൂരോട്ട് പോകുക, അല്ലെങ്കിൽ ഫോർവേഡിലോട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ബാക്ക്വേർഡിലോട്ട് ചിന്തിക്കുക. ഈ നിമിഷത്തിലിരിക്കാൻ മനസ്സ് സമ്മതിക്കില്ല, കാരണം മനസ്സിന് ഈ നിമിഷത്തിൽ നിലനിൽപ്പില്ല. എക്കാർട്ട് ടോലെയുടെ ഈ ബുക്ക് ഞാൻ എൻ്റെ കട്ടിലിരുന്നാണ് വായിക്കുന്നത്. ഈ മുറിയിലിരുന്ന് തന്നെയാണ് ഞാൻ വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞാൽ ബുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഈ നിമിഷത്തിലിരുന്നാലോ എന്ന് എനിക്ക് തോന്നി. കാരണം ബുക്കിലതാണല്ലോ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഈ നിമിഷത്തിലിരിക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ ആ ബുക്ക് അടച്ചു വെച്ച് കുറേ നേരം വെറുതെ ഇരിക്കുകയാണ് ചെയ്തത്. ഐ ട്രൈ ടു മെയിൻറ്റെയിൻ മൈ അവയർനെസ് ഇൻ ദ പ്രസൻറ്റ് മൂമെൻറ്റ് എന്നുള്ളത് സത്യമാണ്. ഞാൻ ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. യുവർ അവയർനെസ് എന്താണെന്നും ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ നിമിഷത്തിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഈ നിമിഷത്തിലിരിക്കുക, നാളെപ്പറ്റി ചിന്തിക്കാതെ, ഇന്നലെയെപ്പറ്റി ഓർക്കാതെ, ഈ നിമിഷത്തിൽ, തൊട്ടടുത്ത നിമിഷത്തെപ്പറ്റി ആലോചിക്കേണ്ട, മുമ്പത്തെ നിമിഷത്തെപ്പറ്റി ഓർക്കുകയും വേണ്ട, ഈ നിമിഷത്തിലിരിക്കുക. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പം തന്നെ ഇങ്ങനെ ഈ ഒരു നിമിഷത്തിൽ ഇരിക്കുമ്പോൾ എന്ത് സുഖമാണ്. ഒരു അവയർനെസ്സിൻ്റെ ഒരു ബ്ലിസ് എന്ന് പറയുന്നത് ഈ നിമിഷത്തിലുണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ട്രൈ ഇറ്റ്. താങ്ക് യു.